അങ്ങനെ മഴ തോരും മുമ്പേ പുതിയ പ്രമോല് നമ്മുടെ CI ഉണ്ടല്ലോ അലീനയുടെ അടുത്ത് പറയുകയാണ്, "രോഹിത്തും ഹരിയും നിന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ നിനക്ക് മാത്രം എന്താണ് ഇത്ര ഇത്? ഞങ്ങൾക്ക് മര്യാദയ്ക്ക് പരാതി എഴുതി ഒപ്പിട്ട് തരണം" എന്ന് പറയുകയാണ്. അപ്പൊ അലീന പറയുന്നുണ്ട്, "എനിക്ക് അവരോട് പരാതിയുമില്ല. അത് എഴുതി തരാനും മനസ്സില്ല. അത് ഒപ്പിടാനും മനസ്സില്ല" എന്ന് അലീന പറയുന്നുണ്ട്. "എനിക്കില്ലാത്ത പരാതി ഞാൻ ഒരിക്കലും എഴുതത്തില്ല" എന്ന് നമ്മുടെ SIയോടും CIയോടും പറയുന്നുണ്ട്. അപ്പൊ പോലീസുകാരാണെങ്കിൽ ഭയങ്കര വാശിയിലാണ്. അവര് തന്നെ ഒരു പരാതിയൊക്കെ എഴുതി വെച്ച്, അതായത് രോഹിത്തും ഹരിയും അവൾക്ക് എനിക്ക് മയക്കുമരുന്ന് തന്ന് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് അവര് തന്നെ ഒരു പരാതി എഴുതിയിട്ട് അതിൽ ഒപ്പിടാൻ വേണ്ടി നമ്മുടെ അലീനയെ നിർബന്ധിക്കുകയാണ്. അപ്പൊ അലീന ഭയങ്കര കട്ട സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്, താൻ ഒപ്പിടത്തില്ല എന്നും പറഞ്ഞിട്ട്. അപ്പൊ CI ആണെങ്കിൽ ഒപ്പിടാതെ ഈ പോലീസ് സ്റ്റേഷൻ വിട്ട് പോകില്ല എന്ന് പറഞ്ഞ് നമ്മുടെ CIയും ഭയങ്കര ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അലീന താൻ ഇനി എന്ത് ചെയ്യും എന്ന് അറിയാൻ പാടില്ലാതെ പോലീസ് സ്റ്റേഷന്റെ അവിടെ ആ ഒരു പോലീസ് സ്റ്റേഷന്റെ വാതിക്കെ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രംഗങ്ങളൊക്കെ തന്നെയാട്ടെ. എത്ര നേരം വൈകിയാലും അലീന അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ CI ആണെങ്കിൽ വീട് പുറത്തൊക്കെ പോയി തിരികെ വരുമ്പോൾ നമ്മുടെ അലീന അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ CI നമ്മുടെ അലീനയെ വല്ലാത്തൊരു നോട്ടമൊക്കെ നോക്കുന്നുണ്ടേ. അപ്പൊ അലീന ഇനി എന്തായിരിക്കും തീരുമാനം എടുക്കാൻ പോകുന്നത് അല്ലെ? അപ്പുറത്താണെങ്കിൽ നമ്മുടെ കൃഷ്ണമോള് നമ്മുടെ ബബീതയുടെ അടുത്ത് പോയി ഇങ്ങനെ പറയുന്നുണ്ട്, "ഇവിടെ ഇത്രയേറെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ചേച്ചിക്ക് എങ്ങനെ ഈ വാതിലടച്ചിരിക്കാൻ തോന്നുന്നു? അറ്റ്ലീസ്റ്റ് എന്നോടൊന്ന് മിണ്ടെങ്കിലും ചെയ്തൂടെ?" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ എന്താ പറയാ, കൃഷ്ണജയ്ക്ക് ഭയങ്കര സങ്കടമുണ്ടേ. ബബിതയ്ക്കാണെങ്കിൽ ഒരു മാറ്റമില്ല. ബബിത അപ്പൊ തന്നെ ഡോറൊക്കെ കൊട്ടിയടച്ച് നമ്മുടെ കൃഷ്ണജയനെ വീണ്ടും പുറത്താക്കി. ബബിത മുറിയുടെ ഉള്ളിൽ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇരിക്കുന്നുണ്ടേ. എന്തായാലും ബാക്കി കാത്തിരുന്ന് തന്നെ കാണാട്ടോ. നമ്മുടെ അലീന എങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെടും എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടതല്ലേ. നമുക്ക് നോക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.